വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവന്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. ഓർമ്മിക്കുക, ഒരു വ്യക്തി സ്വീകരിച്ച പൗരോഹിത്യമെന്ന കൂദാശയെയാണ് നമ്മൾ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും. വൈദികൻ തെറ്റു ചെയ്യുമ്പോൾ അദ്ദേഹം മാത്രമാണ് മലിനമാകുന്നത്. അദ്ദേഹത്തിലെ പൗരോഹിത്യമെന്ന കൂദാശയ്ക്ക് ഒരു മങ്ങലും വരുന്നില്ല. ഏതെങ്കിലും വൈദികനോ സമർപ്പിതയോ തെറ്റു ചെയ്താൽ ഒരിക്കലും അവരെ അടച്ചാക്ഷേപിക്കരുത്. ആരെങ്കിലും അങ്ങനെ ആക്ഷേപിക്കുന്നത് അവരുടെ അജ്ഞത മൂലമാണ്. എന്നാൽ തെറ്റു ചെയ്തിട്ടുള്ളവർ ആരുതന്നെയായാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പൗരോഹിത്യത്തെ നാം ആക്ഷേപിച്ചാൽ ദൈവശിക്ഷ ഉണ്ടാകും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ എഴുതി: മിശിഹായിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിന്റേതല്ല, പ്രത്യുത ലോകത്തിന്റേതാണ്. ലോകത്തിലാണ് സമർപ്പിതരും പുരോഹിതരും പ്രവർത്തിക്കുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും. ലോകത്തിലാണെങ്കിലും ലോകത്തിന്റെ അശുദ്ധികളിലും ജഡമോഹങ്ങളിലും ലൗകികതയിലും തിന്മകളിലും വീണുപോകാതെ തങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കാതെ വഴി നടക്കുവാൻ ശ്രമിക്കുന്നവരാണ്. ഏതൊരു വൈദികനും പരികർമ്മം ചെയ്യുന്ന കൂദാശ ദൈവിക സന്നിധിയിൽ അത് പൂർണ്ണമായും സ്വീകാര്യമാണ്. വിശുദ്ധ കുർബാനയിൽ പരികർമ്മം ചെയ്യുന്ന ബലിവസ്തു ഈശോയുടെ തിരുശരീര രക്തങ്ങൾ തന്നെയെന്ന വലിയ സത്യം ഇന്നും പലരും തിരിച്ചറിയുന്നില്ല. ആയതുകൊണ്ട് വ്യക്തികളെ കാണാതെ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കൂദാശ പരികർമ്മം ചെയ്യുവാനുള്ള അധികാരത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ, സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം, നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ, സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം, നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം.
ദൈവത്തെ കാണുന്ന കണ്ണുകൾ എത്ര പവിത്രം. സ്വർഗം തുറന്നിങ്ങണയുന്ന ദൈവത്തെ കാണുന്ന കണ്ണുകൾ എത്ര പവിത്രം. ദൈവസ്നേഹത്തിൻ്റെ വറ്റാത്തൊരുറവയായി ഈ മണ്ണിൽ നിങ്ങൾ ഒഴുകിയിടുന്നു. ദൈവസ്നേഹത്തിൻ്റെ വറ്റാത്തൊരുറവയായി ഈ മണ്ണിൽ നിങ്ങൾ ഒഴുകിയിടുന്നു. കൃപയൊഴുകും പദവി, അനുപമമാം പദവി, ഒരു ബലിയായി തൻ ജന്മം പകരുന്നൊരു സരണി. അമേയ സ്നേഹത്തിൻ വിളിയാണത്, അഗാധ ത്യാഗത്തിൻ വഴിയാണത്. ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ. സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. ആത്മാക്കളെ നേടാനലയുന്ന നിങ്ങൾ തൻ ആത്മീയ തീക്ഷ്ണത എത്ര വിശുദ്ധം. ആത്മാക്കളെ നേടാനലയുന്ന നിങ്ങൾ തൻ ആത്മീയ തീക്ഷ്ണത എത്ര വിശുദ്ധം. ദൈവമായി ഞങ്ങൾക്ക് മുൻപിൽ അണയുന്ന നിങ്ങളുടെ ജന്മം എത്രയോ പുണ്യം. ദൈവമായി ഞങ്ങൾക്ക് മുൻപിൽ അണയുന്ന നിങ്ങളുടെ ജന്മം എത്രയോ പുണ്യം. കൃപയൊഴുകും പദവി, അനുപമമാം പദവി, ഒരു ബലിയായി തൻ ജന്മം പകരുന്നൊരു സരണി. അമേയ സ്നേഹത്തിൻ വിളിയാണത്, അഗാധ ത്യാഗത്തിൻ വഴിയാണത്. ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ. സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. ദൈവത്തെ അപ്പമായി നൽകുന്ന നിങ്ങൾ തൻ കരങ്ങൾ എത്ര വിശുദ്ധം. കാണാത്ത ദൈവത്തെ അപ്പമായി നൽകുന്ന നിങ്ങൾ തൻ കരങ്ങൾ എത്ര വിശുദ്ധം. മാലാഖമാർക്കൊപ്പം ദൈവത്തെ വാഴ്ത്തുവാൻ ഭാഗ്യം ലഭിച്ചവരല്ലോ നിങ്ങൾ. മാലാഖമാർക്കൊപ്പം ദൈവത്തെ വാഴ്ത്തുവാൻ ഭാഗ്യം ലഭിച്ചവരല്ലോ നിങ്ങൾ. ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ. സ്വർഗരാജ്യത്തിൽ നിത്യം
ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ. സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. കൃപയൊഴുകും പദവി, അനുപമമാം പദവി, ഒരു ബലിയായി തൻ ജന്മം പകരുന്നൊരു സരണി. അമേയ സ്നേഹത്തിൻ വിളിയാണത്, അഗാധ ത്യാഗത്തിൻ വഴിയാണത്. കൃപയൊഴുകും പദവി, അനുപമമാം പദവി, ഒരു ബലിയായി തൻ ജന്മം പകരുന്നൊരു സരണി. അമേയ സ്നേഹത്തിൻ വിളിയാണത്, അഗാധ